ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 20 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 21-ാമത്തെ ശ്ലോകം നോക്കാം. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക് വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. യജ്ഞാനം, ഏതൊരു ജ്ഞാനം, സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതജാലങ്ങളിലും, പൃഥക് വിധാൻ, വേറെ വേറെയുള്ള, നാനാഭാവാൻ, അനേകത്വത്തെ, പൃഥക്ത്വേനതു, വേറെ വേറെയായി തന്നെ, വേത്തി, അറിയുന്നുവോ, തത് ജ്ഞാനം, ആ ജ്ഞാനം, രാജസം വിദ്ധി, രാജസമെന്ന് അറിയുക. ഏതൊരു ജ്ഞാനമാണോ എല്ലാ ഭൂതജാലങ്ങളിലും വേറെ വേറെയുള്ള അനേകത്വത്തെ വേറെ വേറെയായി തന്നെ അറിയുന്നുവോ, അഥവാ അനേകത്വത്തിലെ ഏകത്വം കാണാതെ അനേകമായി തന്നെ, വേറെ വേറെയായി തന്നെ കാണുന്നുവോ, ആ ജ്ഞാനം രാജസികമെന്ന് അറിയുക. ജ്ഞാനത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ സാത്വികമായ ജ്ഞാനം എന്താണ് എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകം രാജസികമായ ജ്ഞാനം ഏതാണ് എന്ന് പറയുന്നു. ഭൂതജാലങ്ങളിൽ ഓരോന്നിലും വേറെ വേറെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കൾ ഏകമായ ആത്മാവിൻ്റെ അനേകമായ പ്രതിഫലനങ്ങളല്ല, മറിച്ച് ഓരോന്നും വേറെ വേറെ ആത്മാക്കൾ അഥവാ ജീവനുകൾ തന്നെയാണ് എന്ന് കരുതുന്ന ആ അറിവ് രാജസികമായ ജ്ഞാനം എന്നറിയുക. ദേഹനാശത്തോടെ അതിനുള്ളിൽ വസിക്കുന്ന ജീവാത്മാവും നശിക്കുന്നു എന്ന് കരുതുന്നത് രാജസികമായ അറിവാണ്. ജീവാത്മാക്കൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല. ഓരോ ജീവികളും പ്രത്യേകം സ്വതന്ത്രമായ ജീവനുകളാണ്, ആത്മാക്കളാണ് എന്ന് കരുതുന്ന ആ അറിവ് രാജസികമായ അറിവാണ്. ഇക്കൂട്ടർ ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് കരുതുന്നു. പരമാത്മാവ് അഥവാ പരമപുരുഷനായ ഈശ്വരൻ എന്ന സങ്കല്പത്തെ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാത്മപുരുഷനായ ഈശ്വരൻ്റെ അംശങ്ങളാണ് ഓരോ ജീവികളിലും. ഈ ഓരോ ജീവികളും തമ്മിൽ ഇങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് എന്ന് അവർ കരുതുന്നില്ല. അതിനാൽ ഈ ജന്മം ഒന്നേ ഉള്ളൂ എന്നും അത് ഈ ഭൗതിക സുഖങ്ങളെല്ലാം ആസ്വദിച്ച് തീർക്കാനുള്ളതാണെന്നും ഇക്കൂട്ടർ കരുതുന്നു. ആത്മാവെന്ന സങ്കല്പത്തിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. രാജസിക സ്വഭാവികളുടെ വീക്ഷണമാണ് ഇത്. അഥവാ ഇത്തരത്തിലുള്ള അറിവ് കൊണ്ടു നടക്കുന്നവർ രാജസിക സ്വഭാവികളാണ്. ആ അറിവിനെ രാജസികമായ ജ്ഞാനം എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ താനൊഴിച്ച് ബാക്കിയെല്ലാം തന്നിൽ നിന്ന് അന്യമാണ് എന്ന ചിന്ത ഇങ്ങനെയുള്ളവരിൽ ഉണരും. അപ്പോൾ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുക, തൻ്റെ സുഖം എന്നുള്ള ചിന്തയിൽ മാത്രം ഒഴുകി ജീവിക്കുന്നവരാണ് ഇക്കൂട്ടർ. അത് രാജസികമായ ജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.